So hello guys, welcome back to Max at 360 degree with Sonia and Elvis. ഇന്ന് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമോ? യെസ്, ഗെയിം. കേട്ടിട്ടില്ലേ? ഗെയിം കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗെയിം കളിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. തോറ്റിട്ടില്ല, ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നൊരു ഗെയിം കളിച്ചാലോ? എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഓക്കെ, ഒന്നല്ല, എന്റെ കയ്യിൽ രണ്ട് സാധനമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നീ ഏതാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു ഗെയിം നമ്മൾ കളിക്കുന്നതായിരിക്കും. ഓക്കെ, done. Is it a deal? Is it a deal or a no deal? Yes, deal. It's a deal. Yeah. ഓക്കെ, ചൂസ് ചെയ്യണം അല്ലേ? നോക്കിയല്ലേ? ഇല്ല, നോക്കിയിട്ടില്ല. എനിക്കുള്ള ഗിഫ്റ്റ് ഒന്നും അല്ലല്ലോ, എനിക്ക് സർപ്രൈസ് ആയിട്ട് വീഡിയോ എടുക്കുന്നൊന്നും അല്ലല്ലോ, ഉറപ്പാണല്ലോ. ഓ ഗൈസ്, എനിക്ക് ഗിഫ്റ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പൊ ഉറപ്പായിട്ട് ഗെയിം തന്നെയാണ്. ഓക്കെ, ഉള്ളിൽ കൂടെ നോക്കുന്നില്ല കേട്ടോ. ഈശ്വര, എന്ത് ഗെയിം ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താണ് ഇത് അവസ്ഥ? ഒന്ന് വേഗം സെലക്ട് ചെയ്യും, ലാഗ് അടിപ്പിക്കല്ലേ. ചൂസ് ചെയ്തു. ഓ മൈ ഗോഡ്, ഇതെന്താ ചൂസ് ചെയ്തിരിക്കുന്നതാണ്. ദിസ് ഈസ് കെ ഫോർ ചീട്ട്. ഗൈസ്, കെ ഫോർ കിങ്. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കിങ് കോഹ്ലി, വിരാട് കോഹ്ലി. അതേപോലെ എന്തൊക്കെ കണക്ട് ചെയ്യുന്നേ. പിന്നെ വേറെ സാധനം നീ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ജംഗ്ലി റമ്മിന്റെ പരസ്യം മറ്റേ ലാല് വന്നിട്ട് പറയുന്നത്. ഇല്ല, കേട്ടിട്ടില്ലല്ലോ. അത് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ? അന്ന് ഞാനത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. ഓഹോ, നോക്കാം നമുക്ക്. നന്നായിട്ട് പറയുന്നുണ്ടോ? 25 രൂപക്ക് ബൈക്ക്, 30 രൂപക്ക് ഐഫോൺ, 50 രൂപക്ക് കാർ, പിന്നെ കൈ നിറയെ ക്യാഷ്. അപ്പൊ നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാകും ഞാൻ ഇതൊക്കെ എങ്ങനെ നേടി. എന്താണ് ജംഗ്ലി റമ്മി ഡൗൺലോഡ് ചെയ്യൂ, ഗെയിം കളിക്കൂ, ക്യാഷ് നേടൂ. അതൊന്നും അല്ല നമ്മുടെ വീഡിയോ കേട്ടോ. ഇതെന്താ ഇത്? ജംഗ്ലി റമ്മി. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മറ്റേ കയ്യിൽ എന്തായിരുന്നു. മറ്റേ കയ്യിൽ ഉനോ കാർഡ് ആയിരുന്നു. സോ ഉനോ കാർഡ് ഇന്ന് നമ്മൾ ഉനോ കളിക്കുന്നില്ല. ഇന്ന് നമുക്കൊരു ജംഗ്ലി റമ്മി അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ടൊരു ഗെയിം പറ്റത്തില്ല. എന്റെ ചാനൽ എന്ന് പറയുന്നത് മാത്സ് ക്ലാസ്, അതുകൊണ്ട് ഗെയിം അല്ല. നമുക്കിന്ന് ഈ ചീട്ട് വെച്ചിട്ട് മാത്സ് കളിച്ചു പഠിച്ചാലോ? അപ്പൊ ഞാൻ അപ്പം ഈ ഉനോ ആണ് നീ ചൂസ് ചെയ്തിരുന്നെങ്കിലോ? ഉനോ വെച്ചിട്ട് നമുക്ക് നോക്കാലോ. കാരണം ഉനോ അറിയാത്ത ഒത്തിരി പേര്. അല്ല, ഉനോ വെച്ചിട്ട് നമ്മൾ മാത്സ് കളിക്കുമായിരുന്നു. മാത്സ് ചെയ്യുമായിരുന്നു ഉറപ്പായിട്ടും. അപ്പൊ കാരണം എന്തിനും ഇപ്പൊ നമ്മൾ മാത്സ് കണ്ടുപിടിക്കും, അത് ഷുവറുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരു ട്രക്കിങ്ങിന് പോയാലും അല്ലെങ്കിൽ പുറത്ത് നടന്നു പോയാലും വരെ ഇവിടെ അതിൽ മാത്സ് കണ്ടുപിടിക്കുന്നുണ്ട്. എന്റെ ജീവിതമേ പോയി ഇത്. മാത്സ് 360 ഡിഗ്രി വിത്ത് സോണിയ. ജീവിതമേ കണക്കാണ്. കണ്ടന്റ് ക്ഷാമമുണ്ട് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ മാത്സ് ആയതുകൊണ്ട് എന്താ പറയാ, അതിലൊരു കണ്ടന്റ് ക്ഷാമവും ഇല്ല. ഇപ്പൊ ഒരു ജനലിന്റെ അല്ലെങ്കിൽ ഒരു ഭിത്തിന്റെ വീഡിയോ അറിയോ നിനക്ക്? ഭൂമിയുടെ സ്പന്ദനം ആരിലാ? കടുവ ചാക്കോ. നോ, കേട്ടാ. അപ്പൊ നിനക്കറിയോ ഈ ചീട്ട് വെച്ചിട്ട് എങ്ങനെയാ നമ്മള് കണക്ക് പഠിക്കുവാന്ന്? ഇല്ല. എന്നാ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. നീ മനസ്സിലാവുന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഓക്കെ ആണോ? ഡീലാണോ? നോ ഡീൽ. അപ്പൊ നമുക്ക് നോക്കിയാലോ? അപ്പൊ എൽവി, എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. നമുക്കപ്പൊ ചീട്ടും കൊണ്ടുള്ള മാത്തമാറ്റിക്സ് അങ്ങ് തുടങ്ങിയാലോ? അങ്ങനെ നമുക്ക് ചീട്ടും കൊണ്ടുള്ള മാത്തമാറ്റിക്സ് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം ആ ഒരു മാത്തമാറ്റിക്സ് പറയുന്നതിന് മുന്നേ നമുക്കൊന്ന് ചീട്ട് പരിചയപ്പെടാം. ചീട്ട് പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്സ് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ മാത്തമാറ്റിക്സ് നമ്മൾ അവസാനം, ആദ്യം നമ്മളൊന്ന് ചീട്ട് ചെറുതായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പൊ ഇതാ ഒരാളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഡെക്ക് കാർഡാണ് കയ്യിലിരിക്കുന്നത് അല്ലെ? മീൻസ് ഒന്ന് തിരിച്ചു കാണിച്ചു അവരെ. നോക്കിയേ, റെഡ് കളർ ഉണ്ട്, ബ്ലാക്ക് കളർ ഉണ്ട് വരുന്നത്. ഭൂരിഭാഗം എല്ലാവർക്കും തന്നെ അറിയാം ചീട്ട്. അപ്പം ചീട്ടില് ആകെ 4 ടൈപ്സ് ഓഫ് കാർഡ്സ് ആണ് ഉള്ളത്. എൽവി അതിന്റെ അകത്ത് 4 ടൈപ്സ് ഓഫ് കാർഡ്സ് ഓരോ വീതം തന്നെ. ഓക്കെ, ഇത് ബ്ലാക്ക് കാർഡാണ്. ബ്ലാക്ക് കാർഡില് ഇതിന് പറയുന്ന ക്ലബ് എന്നാണ്. സാധാരണ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ക്ലാവർ എന്ന് പറയും. അപ്പൊ ഇത് ക്ലാവറിന്റെ കാർഡ്. ഇനി അടുത്തതും ബ്ലാക്ക് തന്നെയാണ്. ഓക്കെ, അതിന്റെ രഹസ്യം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു ചീട്ടിന്റെ പേരെന്താ? ഇതിന്റെ പേര് അറിയോ? ഇത് സ്പെയ്ഡ് ആണ്. സ്പെയ്ഡ് കേട്ടോ. നമ്മള് നാട്ടില് സ്പെയ്ഡ് എന്ന് പറയും, സ്പെയ്ഡ്. അപ്പൊ ഇത് സ്പെയ്ഡ്. അപ്പൊ ഇതെന്താ? ക്ലാവർ, ഇത് സ്പെയ്ഡ്. ഇനി അടുത്തത്, അതറിയാം കേട്ടോ, ഹേർട്ട്. സോ ഹേർട്ടിന്റെ കാർഡ് ഉണ്ട്. പിന്നെ അടുത്തത് ഒരു റെഡും കൂടി ഉണ്ട്. അപ്പൊ മൈ ഗോഡ്, അപ്പൊ കേക്കാൻ നല്ല രസമുണ്ട് കേട്ടോ.
അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഡയമണ്ട്. നിങ്ങൾ 4 കാർഡ് പരിചയപ്പെട്ടില്ല, അതിന്റെ കൂടെ എനിക്ക് ഇപ്പൊ ഒരു കാർഡും കൂടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാർഡ് കാണുമ്പോൾ ഇവളുടെ മുഖവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. എൽവി വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ടൈപ്പ് കളർ. ആ ഒരു കാർഡുമായിട്ട് സാമ്യം തോന്നുന്നില്ലെങ്കിൽ ഈ ഒരു കാർഡുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാർഡുമായിട്ട് ഇയാൾക്ക് സാമ്യമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കിങ്ങും ക്യൂനും. അപ്പൊ നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്സിലേക്ക് കിടക്കാം. അപ്പൊ 4 ടൈപ്പ് ഓഫ് കാർഡ് കണ്ടു. പക്ഷെ ഇതിലൊരു പ്രത്യേകതയുണ്ട്. മീൻസ് ഈ ഒരു കാർഡില് ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ്? 52 കാർഡ് ഉണ്ട്. ഈ 52 കാർഡില് നമുക്ക് 2 കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്കും ഉണ്ട്, റെഡും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമ്പർ കാർഡ്സ് ഉണ്ട്, ഫേസ് കാർഡ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഗൈസ്, നമ്മുടെ ഒരു ഡെക്ക് കാർഡില് നേരത്തെ എൽവി കാണിച്ചു തന്നല്ല, ആ ഒരു ഡെക്ക് കാർഡില് ആ ഒരു സാമ്യമൊക്കെ പറഞ്ഞൊരു ചീട്ടുണ്ടല്ലോ, അതിന് നമ്മൾ ജോക്കർ എന്നാ വിളിക്കുക. പേര് ഇവിടെയാണ് സാമ്യം. അപ്പോ ഓക്കെ, അപ്പോ ആ ഒരു ജോക്കർ കാർഡ്സ് 2 എണ്ണം ഉണ്ട്. നമുക്ക് ചീട്ടിന് റമ്മി കളിക്കുമ്പോഴാണ് ശരിക്കും ജോക്കറിനെ കൊണ്ട് ആവശ്യം. അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഇവിടെ നമ്മള് ജോക്കറിനെ ഈ ഒരു ഡെക്ക് ഓഫ് കാർഡ്സിലേക്ക് കൂട്ടുന്നില്ല. കാരണം അത് അഡീഷണൽ കാർഡായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജോക്കർ ഒഴിവാക്കി ബാക്കി ഒരു ഡെക്ക് കാർഡില് ടോട്ടൽ എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയോ എൽബി? എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഡെക്കിൽ നമുക്ക് 52 കാർഡ് ഉണ്ട് ഗൈസ്. ഓക്കെ, 52 നോർമൽ കാർഡും പിന്നെ പ്ലസ് 2 അഡീഷണൽ ജോക്കർ. ഓക്കെ, അപ്പൊ ടോട്ടൽ 52 കാർഡ്സ്. ഓക്കെ, 52 കാർഡ്സ് ആണുള്ളത്. ആ 52 കാർഡ്സിനെ റെഡ് കാർഡായിട്ടും ബ്ലാക്ക് കാർഡായിട്ടും തിരിച്ചിട്ടുണ്ട്. റെഡും ബ്ലാക്കും ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മൈ ഗോഡ്, ഇവിടെ അതൊന്നും വേണ്ട. നമുക്ക് ഇവിടെ റെഡ് കാർഡും ബ്ലാക്ക് കാർഡും മതി. അപ്പൊ റെഡ് കാർഡ് മീൻസ് ഈ ഒരു ബ്ലാക്ക് കളറിലും റെഡ് കളറിലും ഉള്ള കാർഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് റെഡ് കാർഡ് 26 ആണ്. റെഡ് കാർഡ് 26. അതുപോലെ തന്നെ ബ്ലാക്ക് കാർഡും എത്ര എണ്ണം ഉണ്ട്? 26 ഉണ്ട്. ഇനി റെഡിലും ബ്ലാക്കിലും തന്നെ തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാല് ഏസ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അതുപോലെ ഫേസ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്പർ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഏസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എന്ന് പറയും. നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ ആസ് ഇട്ടില്ലേ എന്ന് ചോദിക്കത്തില്ല. അപ്പൊ ആസ് കാർഡ് എന്ന് പറയുന്നത് ഇതാണ് ഏസ് കാർഡ്. അപ്പം ഇത് ഏത് ചിഹ്നമാണ്? സ്പെയ്ഡ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ക്ലബിലും ഡയമണ്ടിലും ഹേർട്ടിലും ഈ ഒരു കാർഡ്. അങ്ങനെ 2 കളറിലും കൂടെ ടോട്ടൽ എത്ര ഏസ് കാർഡ് ഉണ്ട്? 4 ഏസ് കാർഡ്സ് ഉണ്ട്. അപ്പൊ ടോട്ടല് ഏസ് കാർഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫേസ് കാർഡ് ആണ്. ഫേസ് കാർഡ് എന്ന് പറയുന്നത് ഫേസ് ഉള്ള കാർഡ് അത് തന്നെയാണ്. മീൻസ് നിങ്ങൾ ഈ ചീട്ട് കളിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതാ KQJ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ KQJ, ദാ ഇവിടെ K, കിങ്, ക്യൂന്, ജാക്കി, അങ്ങനെ നമ്മൾ വിളിക്കുക. അപ്പം ഇങ്ങനെ ഇതിപ്പോ ഞാൻ റെഡിന്റെ മാത്രമാണ് കാണിച്ചത്. ഇതുപോലെ തന്നെ റെഡിന്റെ ഹേർട്ട് ആണ് KQJ ഞാൻ കാണിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ ഡയമണ്ടിൽ 3 എണ്ണം ഉണ്ട്, സ്പെയ്ഡിൽ 3 എണ്ണം ഉണ്ട്, പിന്നെ ഏതാ ഉള്ളേ? പിന്നെ വരുന്നത് ക്ലബാണ്. ക്ലബിൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ 4 സെറ്റ് ചീട്ട്. അപ്പൊ ഓരോന്നിലും 3 എണ്ണം. അപ്പൊ 3 12. അപ്പൊ ടോട്ടൽ ഫേസ് കാർഡ് എത്രയായി? 12 എണ്ണമായി. ഇനി അടുത്തത് നമ്പർ കാർഡ്സ് ആണ്. നമ്പർ കാർഡ്സ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ നമുക്ക് ഇതുപോലെ, ഇതിപ്പോ ഞാൻ 7 ഹേർട്ട് ആണ് കാണിച്ചേക്കുന്നത്. 2 തൊട്ട് 10 വരെയുള്ള നമ്പർ കാർഡ്സ് ആണ് ഓരോ കളറിൽ നമുക്കുള്ളത്. മീൻസ് ഓരോ ചിഹ്നത്തിലും നമുക്കുള്ളത്. അപ്പൊ 2 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ എത്രയായി? 2 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 9 കാർഡ്സ് ആയി. ഒരു കളറിൽ മീൻസ് ഹേർട്ടില് 9 നമ്പർ കാർഡ്സ് ഉണ്ട്. അതുപോലെ ഡയമണ്ടിൽ 9 നമ്പർ കാർഡ്സ് ഉണ്ട്. പിന്നെ സ്പെയ്ഡിലും ക്ലബിലും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 36 കാർഡ്സ് ആയി. അപ്പൊ നമുക്ക് കാർഡ്സിനെ കുറിച്ചുള്ള ഓവറോൾ കാര്യം പിടികിട്ടി. അപ്പൊ ഇനി ഞാൻ എന്താണ് മാത്തമാറ്റിക്സ്, ഇതായിരുന്നു മാത്തമാറ്റിക്സ്, ഇതല്ല ഇനിയുണ്ട് മാത്തമാറ്റിക്സ് വരാൻ പോകുന്നത്. അല്ല എൽവിൻ ഞെട്ടിയോ? ഇല്ല. നമ്മൾ ഇതൊക്കെ പഠിച്ചാണ്. ഓക്കെ. BSc മാത്സ് സ്റ്റുഡന്റ് ആണ് ഞാൻ. നമ്മൾ മാത്സ് കുറെ കാലം പഠിച്ചാണ്. പ്രോബിലിറ്റി എല്ലാം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇതുവരെ അതും പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു എന്താ പറയാൻ പോകുന്നതെന്ന്. നീ അതും പുറത്ത് വിട്ടു. അപ്പൊ ഓൾറെഡി ഹിന്റ് തന്നിട്ടുണ്ട് ഇവിടെ ഒരാള്.
ആൾക്ക് പേന കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ വരച്ചോണ്ടിരിക്കണം. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കണ്ടത്. അപ്പൊ ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ ആദ്യം കണക്ക്. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ആണ് ഇന്ന് നമ്മള് ഈ ഒരു കാർഡ്സ് വെച്ചിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫുൾ ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും. 52 ഡെക്ക് ഓഫ് കാർഡ്സ്. ആ 52 ഡെക്ക് ഓഫ് കാർഡ്സ് ഒന്നും ഇങ്ങനെ എടുത്തിട്ട് വന്നേ. ഞാൻ 52 ഡെക്ക് ഓഫ് കാർഡ് എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ 52 കാർഡില് ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നിട്ട് ഉത്തരം പറയണേ. ഓക്കെ, അപ്പം 52 കാർഡ് ഉണ്ട് ടോട്ടല്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുക്കുക. ഓക്കെ ആണോ? ഒരെണ്ണം എടുക്കുകയാണേ. ഈ ഒരു കാർഡ് ഏസ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? എന്താ ചോദ്യം? ഈ 52 കാർഡിൽ നിന്ന് ഞാൻ ഒരു കാർഡ് എടുത്തു. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഏസ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കമന്റ് ചെയ്യണേ. പ്രോബബിലിറ്റി. ഓക്കെ, സാധ്യത. അപ്പോ നമുക്ക് ഈ ഒരു കാർഡ് ഏസ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും എൽവി കണ്ടുപിടിക്കുക? 4/52. 4 എവിടെ നിന്ന് കിട്ടിയേ? The total number of ace cards is equal to 4. Total number of cards is equal to 52. ഓക്കെ, അപ്പോ ഈ ഒരു 52 കാർഡ്സിന് ഒരു ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4/52 അല്ലെങ്കിൽ 2/26. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓ മൈ ഗോഡ്, സിംപ്ലിഫിക്കേഷന്റെ എക്സ്ട്രീം ലെവല് കേട്ടോ. അപ്പൊ എത്രയാ പറഞ്ഞേ? 4/52 അല്ലെങ്കിൽ 1/13. 1/13. യാ, ഓക്കെ, ശരിയാന്ന് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതെല്ലാം എന്താ പറയാ, സിമ്പിൾ എന്താ പറയാ, ഇങ്ങനെ മാനത്ത് നോക്കി പറയാം, അല്ലെങ്കിൽ ഏതൊരു ഉറക്കത്തിലും ബോർഡിൽ നോക്കിയിട്ടാണോ വിളിച്ചു ചോദിച്ചാലും പറയാം. 13. ഓക്കെ, അടുത്ത സെനാരിയോ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോ ഞാൻ ഈ 52 കാർഡിൽ നിന്ന് കുറച്ച് കാർഡ് എടുത്ത് ബാക്കി മാറ്റി വെച്ചിട്ട് എൽവിയുടെ കയ്യില് നമ്പർ കാർഡുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ടോട്ടൽ ഇപ്പൊ എൽവിയുടെ കയ്യിൽ എത്ര കാർഡ് ഉണ്ട്? 36 കാർഡുകളുണ്ട്. അപ്പൊ ഈ നമ്പർ കാർഡിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുക്കുകയാണേ. നമ്പർ കാർഡിൽ നിന്ന് ഇടയ്ക്കുന്ന വേണ്ട, ഏറ്റവും മുകളിൽ തന്നെ ഒരെണ്ണം എടുത്തു. ഇനി ഈ ഒരു കാർഡ് റെഡ് കാർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് പറയേണ്ടത്, ഇത് റെഡ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി സാധ്യത എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എൽവി, നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. 26/36. അപ്പം ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? 26/36. എന്താ ഈ 26/36? 13/18. അപ്പോ നോക്കി, പ്രോബബിലിറ്റി സിമ്പിൾ ആയിട്ട് കിട്ടി നമുക്ക്. പ്രോബബിലിറ്റി മാത്തമാറ്റിക്സിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെ, അതുപോലെ ബ്ലാക്ക് കാർഡ്സ്, ഏസ് കാർഡ്സ്, ഫേസ് കാർഡ്സ്, നമ്പർ കാർഡ്സ് എണ്ണം ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രോബബിലിറ്റി, സിമ്പിൾ പ്രോബബിലിറ്റിന്റെ ഏതൊരു മാത്തും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52, നമ്പർ കാർഡ്സ് മാത്രം 36, ഫേസ് കാർഡ് 12, ഏസ് കാർഡ് 4, ബ്ലാക്ക് കാർഡ് 26, റെഡ് കാർഡ് 26. അപ്പം അതില് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ജസ്റ്റ് ആ ഒരു നമ്പർ അറിഞ്ഞാലുള്ള ഒരു സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ എന്താ പറയാ സിമ്പിൾ പ്രോബബിലിറ്റി ഈ ഒരു കാർഡ്സിൽ. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വേണ്ടേ? ഞങ്ങൾ മാത്രം ചെയ്താൽ പോരല്ലോ, മീൻസ് എൽവി മാത്രം ചെയ്താൽ പോരല്ലോ. നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ പറയണം കേട്ടോ. കാരണം കമന്റിൽ ആ ഒരു ആൻസർ അങ്ങ് വരട്ടെ, നമുക്ക് നോക്കാം ആരൊക്കെ ഉത്തരം പറയൂ എന്നുള്ളത്. ഈ കമന്റിൽ ആൻസർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെ ഈ വീഡിയോ ഫുൾ. അതെ, ഉറപ്പായിട്ടും. കമന്റിൽ ആൻസർ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാവും കേട്ടോ, അല്ലെ? എനിക്ക് വിഷമാവേ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ചോദ്യം ഇതാണ്, ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, മീൻസ് എന്റെ കയ്യിലുണ്ട്. അതിന്റെ അകത്ത് നിങ്ങളൊരു കാർഡ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 52 കാർഡുണ്ട്. ആ 52 കാർഡിൽ നിന്ന് ആ ഒരു കാർഡ് ഞാൻ എടുത്തു. അപ്പൊ ആ എടുത്ത കാർഡ് എന്താകാനുള്ള ചാൻസ് എൽവി ചോദിക്കണ്ടേ? ഫേസ് കാർഡ് ആകാനുള്ള സാധ്യത. ഫേസ് കാർഡ്. ഓക്കെ, ഫേസ് കാർഡ് ആകാനുള്ള സാധ്യത എത്രയാണ്? സോ ചോദ്യം ക്ലിയർ ആണല്ലോ. 52 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുത്തു. ആ കാർഡ് ഫേസ് കാർഡ് ആകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എത്രയാണ്? ആൻസർ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണണം. പിന്നെ വീഡിയോ നിങ്ങൾ കാണണം. ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ പൈസയോ പേയ്മെന്റോ ഒന്നും ചെയ്യേണ്ട. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഗൈസ്. അതുപോലെ അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ആ സമയത്ത് തന്നെ എടുത്ത് കണ്ടോണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.